പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ദർശനോത്സവം മെയ് 1, 2, 3 ദിവസങ്ങളിലായി നടക്കും. This news brought to you by Kalpaga Weddings, North Paravur. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ശ്രീനാരായണ ദർശനോത്സവം മെയ് 1, 2, 3 തീയതികളിൽ നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇതിനോടനുബന്ധിച്ച് ഏപ്രിൽ 30 സ്കൂളിന്റെ സ്ഥാപകനായ PR ശാസ്ത്രിയുടെ പൂർണ്ണകായ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനം SNDP യോഗം ജനറൽ സെക്രട്ടറി നിർവഹിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ഭക്തജന മനസ്സുകളിൽ എത്തിക്കുന്നതിനും ദിശാബോധമില്ലാതലയുന്ന യുവതലമുറയെ നേർവഴിയിലേക്ക് നയിച്ച് വിദ്യാഭ്യാസത്തിലൂടെ ജീവിത വിജയം പ്രാപ്തമാക്കുന്നതിനും ഗുരുദേവ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന പുതുതലമുറയെ സൃഷ്ടിക്കുകയും ഭക്തജനങ്ങൾക്ക് ഐശ്വര്യവും വിജയവും പ്രദാനം ചെയ്യുന്നതിനായി നടത്തപ്പെടുന്ന ദർശനോത്സവത്തിൽ യൂണിയന്റെ കീഴിലുള്ള എല്ലാ ശാഖകളിൽ നിന്നും കുടുംബസമേതം നിരവധി ശ്രീനാരായണീയർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ എല്ലാ കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന മെയ് 1, 2, 3 തീയതികളായി പറവൂർ SNB സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ദർശനോത്സവം നടത്തുകയാണ്. മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ഇന്ത്യ അറിയപ്പെടുന്ന പ്രഭാഷകരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. 3 ദിവസവും രാവിലെ പൂജാതി കർമ്മങ്ങളോടുകൂടി ആരംഭിച്ച് പ്രഭാഷണം, അതുപോലെ തന്നെ ബിസിനസ് സെഷൻ, കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ തന്നെ ഗുരുവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഇതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയും ഗംഭീരമായ രീതിയിൽ ഈ ദർശനോത്സവം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ പറവൂർ SNDP യൂണിയന്റെ കീഴിലുള്ള 72 ശാഖയിലെയും ശാഖാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കുവാൻ ഉള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ വരുന്ന ഏപ്രിൽ 30 തീയതി വൈകിട്ട് 3 മണിക്ക് പറവൂർ SNDP യൂണിയന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര രഥ ഘോഷയാത്രയോടുകൂടി സമാരംഭം കുറിക്കുകയാണ്. പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതോടുകൂടി ഈ വർഷത്തെ ശ്രീനാരായണ ദർശനോത്സവങ്ങൾക്ക് തുടക്കമാവുകയാണ്. പറവൂർ SNDP യൂണിയൻ നടത്തുന്ന ശ്രീനാരായണ ദർശനോത്സവം ഈ വർഷം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പറവൂർ SNDP യൂണിയന്റെ അഭിമാനമായ ഈ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായി അറിയപ്പെടുന്ന SNV സംസ്കൃത സ്കൂളിന്റെ സ്ഥാപകനായ PR ശാസ്ത്രി സാറിന്റെ 6.5 അടി പൊക്കമുള്ള പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ദർശനോത്സവത്തിന്റെ മോടി കൂട്ടിക്കൊണ്ട് ഈ ദർശനോത്സവം സമാരംഭം കുറിച്ചുകൊണ്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഗുരുനിയോഗം എന്നോണം പറവൂർ SNDP യൂണിയന്റെ ദർശനോത്സവം നടക്കുന്ന അതേ വേളയിൽ തന്നെയാണ് SNV സ്കൂള് സ്ഥാപിച്ചിട്ട് 90 വർഷം തികയുന്നതിന്റെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കൂടി ആ മഹനീയമായ വേദിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം ഇന്ത്യയിലെ തന്നെ മികച്ച പ്രഭാഷകരെ പ്രഭാഷണം നടത്തുമ്പോൾ പൂജാതി കർമ്മങ്ങളൊക്കെ ശിവഗിരി കുന്നിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളെ അനുവർത്തിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ ഭക്തിസാന്ദ്രമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 1 തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം SNDP യോഗത്തിന്റെ സമാരാധ്യനായ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അവർക്ക് നിർവഹിക്കുമ്പോൾ അതിലെ അനുഗ്രഹ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു സംസാരിക്കുന്നു.
അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങൾ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ MN സോമൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ രമേഷ് D കുറുപ്പ് തുടങ്ങിയ വ്യക്തിത്വങ്ങളും SNB സ്കൂളിന് ഒരു ബസ് സംഭാവനയായിട്ട് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട MP ഹൈബി ഈഡൻ അവർകളും സംബന്ധിച്ചുകൊണ്ട് ബസിന്റെ ഉദ്ഘാടന കർമ്മവും ആ പരിപാടിയിൽ നടത്തുന്നത്. 3-ാം തീയതി നടക്കുന്ന പ്രതിമ അനാച്ഛാദനം, PR ശാസ്ത്രി സാറിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമയുടെ അനാച്ഛാദന കർമ്മം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ നിർവഹിക്കുമ്പോൾ ആ ചടങ്ങിലെ മുഖ്യാതിഥിയായിട്ട് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവർ പങ്കെടുക്കുന്നു. അതോടൊപ്പം കയ്പമംഗലം MLA ടൈസൺ മാസ്റ്റർ, വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ്, പറവൂർ മുനിസിപ്പാലിറ്റിയുടെയും ഏലൂർ മുനിസിപ്പാലിറ്റിയുടെയും പ്രസിഡന്റുമാര് തുടങ്ങിയ മഹനീയ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അതോടൊപ്പം മുൻകാലത്തെ അപേക്ഷിച്ച പ്രഗത്ഭരായിട്ടുള്ള പ്രാസംഗികരാണ്. ഒന്നാമത്തെ ദിവസം ബിജു പുളിക്കലെടുത്ത്, സൗമ്യ അനിരുദ്ധൻ, സ്വാമിനി നിത്യചിന്മയി, വിശുദ്ധാനന്ദ സ്വാമികള്, സുരേഷ് ബാബു കുത്തുപറമ്പ് തുടങ്ങിയ ആളുകളുടെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം കലാപരിപാടികളും കോർത്തിണക്കിക്കൊണ്ട് കാവിൽ ഉണ്ണികൃഷ്ണന്റെയും ഏലൂർ ബിജുവിന്റെയും നേതൃത്വത്തിലുള്ള സോപാന സംഗീതജ്ഞര് സോപാന സംഗീതം 30 കലാകാരന്മാരടങ്ങുന്ന സോപാന സംഗീതം അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള സാരംഗി ഭജൻസിന്റെ ഭജന ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം ഈ 72 ശാഖയിലെയും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികളും വിവിധ സമയങ്ങളിലായിട്ട് നടക്കുന്നതാണ്.